ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻറ്റേഡ. പ്രോപ്പറായിട്ടുള്ള എൻട്രിയും എക്സിറ്റും റിവേഴ്സലും കറക്റ്റായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ വിൻറ്റേഡിലൂടെ നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ലൈവ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിട്ടേൺസ്, അതായത് ഓപ്ഷൻ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പുട്ട് സൈഡ് എൻട്രി മോർണിംഗിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് കോൾ സൈഡ് നല്ലൊരു റിട്ടേൺസ് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. അപ്പം സോഫ്റ്റ് അതിൽ പ്രോപ്പറായിട്ട് റിവേഴ്സിൽ കാണിച്ചതും നമുക്കൊരു ട്രേഡ് മിസ്സായി കഴിഞ്ഞ് നെക്സ്റ്റ് ട്രേഡ് ഇവിടെ നിന്ന് എടുക്കണമെന്ന് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഒരു സിഗ്നൽസ് 50-50 ചാൻസ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുമോ അത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുന്നതാണോ നല്ലതെന്ന് നമ്മുടെ സോഫ്റ്റ് വിൻറ്റേറിൽ ലേറ്റസ്റ്റ് വേർഷനിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്നത്തെ ലൈവ് ക്രൂഡ് ഓയിലൂടെ കാണിക്കാം, അത് കഴിഞ്ഞ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിൻ്റെ ലൈവ് കൂടെ കാണിച്ചു തരും, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയുടെയും ഇന്നത്തെ പെർഫോമൻസും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഇപ്പോഴത്തെ ലൈവാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് വലിയൊരു ട്രേഡ് കിട്ടിയിട്ടില്ല. നമുക്ക് ചെറിയ 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും പ്രോപ്പറായിട്ട് നല്ലൊരു ബൈ പോയി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നമുക്ക് ഇവിടുന്ന് ഇന്നത്തെ ബൈസിക്കിൾ വന്നിട്ടുണ്ട്. ഇന്ന് ബൈസിക്കിൾ വന്ന് 12:20 ശേഷമാണ്. അപ്പം അതിനകത്ത് നമുക്ക് ടാർഗറ്റുകൾ 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റിൻ്റെ പെർഫോമൻസ് നിങ്ങൾ ലൈവായിട്ട് വാച്ച് ചെയ്യാം. ലൈവ് പെർഫോമൻസ് വേണ്ടി ട്രയൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് പെർഫോമൻസ് ഫ്രീ ലൈവ് ഡെമോ നിങ്ങൾക്ക് കിട്ടും. അതിനുവേണ്ടി ടൈം വേസ്റ്റ് ചെയ്യാതെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് നോക്കിയ ഇന്നത്തെ ക്രൂഡ് ഓയിൽ കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം നിങ്ങൾക്ക് ആക്ച്വലി സോഫ്റ്റ്വെയർ ഒരു ബൈസിക്കിൾ തന്നിട്ടുണ്ട്. ബൈസിക്കിൾ തന്ന 12:25 എൻട്രി ടാർഗറ്റും. അപ്പോൾ സിഗ്നൽ വന്നപ്പോഴേ കൺഫേം അല്ലായിരുന്നു, കാരണം കൺഫർമേഷൻ ചെക്ക് ചെയ്യാതെ എടുക്കരുത്. കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ താഴത്തെ കൺഫർമേഷൻ ബാറ് നമുക്ക് ഗ്രീൻ ആയിരിക്കണം, ക്യാൻഡിൽ കളർ ഗ്രീൻ ആണ്, പിന്നെ ബൈസോൺ പറയണം. ഇവിടെ സിഗ്നലിൽ വന്നതിന് ശേഷം കുറേ നേരം കൺഫേം ആകാതെ മാർക്കറ്റ് ആറേഞ്ചിൽ തങ്ങിക്കിടന്നു. അവിടുന്ന് താഴെയും മേളിലും കൺഫേം ആയത് ഇവിടുന്നാണ് ട്രേഡ് പോയിരിക്കുന്നത്. അവിടുന്ന് ഒരു ചെറിയ ട്രേഡ് പോയിട്ടുണ്ട്, 2 ടാർഗറ്റ് അടിച്ചിട്ടുമുണ്ട്. ഇപ്പം മാർക്കറ്റും തിരിച്ചിറങ്ങാൻ നോക്കുന്നു. 3ാമത്തെ ടാർഗറ്റ് അടിച്ചിട്ടില്ല. തിരിച്ചിനി കയറുവാണെങ്കിൽ അവിടുന്ന് ഒരു ബൈ കിട്ടും. കൂടുതൽ 15 വെക്കേണ്ടത്. 15 നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു ട്രേഡ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു ബൈ സിഗ്നൽ വന്നിട്ടും താഴെ കൺഫേം ആകാതെ നമുക്ക് നിൽക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് വന്ന സെല്ല് നോക്കുകയാണെങ്കിൽ ഇന്നലെ കണ്ടിന്യൂവേഷൻ ആണ്. നല്ല രീതിയിൽ താഴോട്ട് ക്ലോസിംഗ് ലെവലിൽ ഇറങ്ങിയായിരുന്നു. മോർണിംഗിൽ ബൈയും ഉണ്ടായിരുന്നു. അപ്പം മിക്കവാറും ക്രൂഡ് ഓയിൽ നല്ല പെർഫോമൻസ് നമുക്ക് എപ്പോഴാണെങ്കിലും നമുക്ക് കിട്ടുന്നതാണ്. ഇതിനകത്ത് കൺഫർമേഷൻ വരുന്ന സിഗ്നൽസും ഫേക്ക് ആയിട്ട് നമുക്ക് പോകുന്ന ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതിനകത്തൊരു ബൈ വന്നിട്ടുണ്ടെങ്കിൽ കൺഫേംഡ് അല്ല, ഇനി തിരിച്ചിറങ്ങാനും നമുക്ക് മതി. പിന്നെ ഇവിടെ തിരിച്ചിറങ്ങാൻ സെല്ല് വരും. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി കൺഫേംഡ് ആണ്, അവിടെ ഡയറക്റ്റ് കയറി ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ ലൈവ് പെർഫോമൻസിനായിട്ട്. അപ്പോൾ എന്താ നിഫ്റ്റിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗിൽ വന്ന സെല്ലിന് കണ്ടിന്യൂവേഷൻ രാവിലെ സപ്പോർട്ട് അടിച്ചിറങ്ങി നമുക്ക് 24,456 അവിടെ സപ്പോർട്ട് സ്ട്രോങ് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്ത് താഴോട്ടിറങ്ങി. രാവിലെ ബ്രേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് പോകുമ്പോഴേ അറിയാം മാർക്കറ്റ് നല്ല ട്രെൻഡി ആണെന്ന്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ അടിച്ചിറങ്ങി. ഇപ്പോൾ അവിടുന്ന് മിസ്സാಗಿ നെക്സ്റ്റ് ട്രേഡ് ഇവിടെ പിന്നെയും പോയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഇറങ്ങി. നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് വന്ന ഹൈക്കിൽ അടിച്ചു കയറുമായിരുന്നു, നല്ലൊരു അടിച്ചു കയറ്റമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ആ ട്രേഡ് മിസ്സായവർക്ക് നെക്സ്റ്റ് ബാക്ക് ട്രേഡ് ഇവിടുന്ന് പിന്നെയും കിട്ടിയിട്ടുണ്ട്, അവിടെയും പിന്നെ കയറി, അതും നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് എടുത്താൽ അപ്രോക്സിമേറ്റ് 24,603 നമുക്ക് അപ്രോക്സിമേറ്റ് 24,851 വരെ പോയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആയിരുന്നു ബൈക്ക് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ട്രേഡ് മിസ്സായവർക്ക് നെക്സ്റ്റ് ട്രേഡ് ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് വന്ന ലോങ് ക്യാൻഡിലൊരു താഴോട്ടുള്ളൊരു ഡൗൺ അടി താഴെ നോക്കുകയാണെങ്കിൽ അവിടെ കൺഫേം ആയിട്ടില്ല, അവിടുന്ന് എക്സിറ്റ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് എൻട്രി എടുക്കേണ്ട ആവശ്യമില്ല, കാരണം താഴെ ഗ്രീനാണ്. നമുക്ക് അവിടെ തിരിഞ്ഞ് ബാക്ക് അടിക്കും, നമ്മുടെ പോർഷൻ എക്സിറ്റ് ചെയ്യുക അവിടെ. ഓക്കെ, അപ്പോൾ അത് പോർഷൻ എക്സിറ്റ് അടിക്കണമെന്ന് നമുക്ക് ട്രെൻഡ് ലൈൻ നോക്കാം, കളർ ചേഞ്ച് നോക്കാം, അല്ലെങ്കിൽ ടൈം ഫ്രെയിം നമുക്ക് മാറ്റി കമ്പയർ ചെയ്താലും കിട്ടും. ഇപ്പോൾ ടൈം ഫ്രെയിം മാറ്റി കമ്പയർ ചെയ്ത് ഇപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ മാർക്കറ്റ് കുറച്ച് ഇറങ്ങി തിരിച്ച് പിന്നെ കയറാൻ നോക്കിയതിന് ശേഷമാണ് പിന്നെ സൈഡ് വേസ് ഒന്ന് സപ്പോർട്ട് അടിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ താഴോട്ട് എക്സിറ്റ് അടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓറഞ്ച് കളർ കാണുമ്പോൾ എക്സിറ്റ് അടിച്ച് വിടാം. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയറിൽ വളരെ ഈസിയാണ് നമുക്ക് ട്രേഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമുക്ക് ഫ്രഷേഴ്സിന് വരെ മനസ്സിലാവുന്ന സ്ട്രാറ്റജി തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ടൈം വേസ്റ്റ് ചെയ്യാതെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.